ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇനി ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോഷ്യ ബൂട്ടീസാണ്. 9 to 12 മന്ത്സിനാട്ടോ ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് 4 പ്ലൈ ആണ്. ഞാൻ 2 എണ്ണം 4 പ്ലൈയുടെ ഇതൊരെണ്ണം 2 എണ്ണം ഒരുമിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബൂട്ടീസിന് ഒരു കറക്റ്റ് ഒരു ഷേപ്പും ആ ഒരു ബലത്തിലും നിൽക്കുള്ളൂ. നമ്മൾ 1 year old കിഡിനാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. നെക്സ്റ്റ് ചെയിൻ 11, chain 1 2 3 4 5 6 7 8 9 10 11. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ചെയിനിലോട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 more ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് നെക്സ്റ്റ് 8 ചെയിൻസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു പോവാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 7 and 8. ലാസ്റ്റ് 1 more ചെയിൻ ആണുള്ളത്. ഇതിലോട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 3 4 5 and 6. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ വർക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ സ്റ്റിച്ചസിലും 8 എണ്ണത്തിൽ അങ്ങനെ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു പോവാം. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ 1, ഹാഫ് ഡബിൾ ക്രോഷ്യ 2 3 4 5 6 7 and 8. ഇനി ഇവിടെ നിന്ന് ലാസ്റ്റ് വണ്ണിലോട്ട് നമ്മൾ നേരത്തെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, ആ ഒരു സെയിം സ്പേസിലോട്ട് 2 more ഹാഫ് ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ 1 more. നമുക്ക് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മുടെ റൗണ്ട് 1 ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇങ്ങനെയായി. നെക്സ്റ്റ് റൗണ്ട് 2, ചെയിൻ 1, ഫസ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇൻക്രീസ്, സെയിം സ്പേസിൽ തന്നെ 1 more. സെക്കൻഡ് വണ്ണിലും ഇൻക്രീസ്, 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ 1 more. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു പോവാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ഇൻക്രീസ് ചെയ്യാനായിട്ട് ഞാൻ ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. യാൺ ഓവർ, അഗെയിൻ യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടെ കടത്തിയെടുക്കുക. യാൺ ഓവർ, നെക്സ്റ്റ് 2 ലൂപ്സ്, ഇതാണ് ഡബിൾ ക്രോഷ്യ. സെയിം സ്പേസിൽ തന്നെ 1 more ഡബിൾ ക്രോഷ്യ,
നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. അപ്പോൾ നമ്മൾ 2 ടൈംസ് ചെയ്തു, ടോട്ടൽ 6 ടൈംസാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് തേർഡ് വണ്ണിൽ ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ഫോർത്ത് വണ്ണിൽ ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ഫിഫ്ത്ത് വണ്ണിൽ ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ലാസ്റ്റ് സിക്സ്ത് വണ്ണിൽ ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ, തെറ്റിപ്പോകരുത്. ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7 and 8. ഈ നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലും ഇൻക്രീസ്, ഹാഫ് ഡബിൾ ക്രോഷ്യ 1, ഹാഫ് ഡബിൾ ക്രോഷ്യ 2. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് ചെയിൻ വണ്ണിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ റൗണ്ട് 2 ഇപ്പോൾ ഫിനിഷായി. നെക്സ്റ്റ് നമുക്ക് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ 1, ഫസ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, ഹാഫ് ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ 2. തേർഡ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് വൺ അഗെയിൻ ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2. ഇനി നമുക്ക് നെക്സ്റ്റ് 8 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു പോവാം. 1, 2, 3, 4, 5, 6, 7 and 8. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. 6 സെറ്റായിട്ട് ചെയ്യണം. ഫസ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ്, ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ ഡബിൾ ക്രോഷ്യ 2. 1 ടൈം കഴിഞ്ഞു. ഇങ്ങനെ ടോട്ടൽ 6 ടൈമാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്, നെക്സ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്. ഇപ്പോൾ 3 ടൈംസ് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1 ഇൻക്രീസ്. ഫോർത്ത് ടൈം 1 ഡബിൾ ക്രോഷ്യ, 1 ഇൻക്രീസ്. ലാസ്റ്റ് 1 ഡബിൾ ക്രോഷ്യ, 1 ഇൻക്രീസ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 6 ടൈംസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഗെയിൻ 8 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ കേട്ടോ, തെറ്റിപ്പോകരുത്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7 and 8. ഈ നെക്സ്റ്റ് അഗെയിൻ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്, ഹാഫ് ഡബിൾ ക്രോഷ്യ 1 and into the same space 1 more. നെക്സ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്, ഹാഫ് ഡബിൾ ക്രോഷ്യ 1, ഹാഫ് ഡബിൾ ക്രോഷ്യ 2. ഇനി നമുക്ക് ഈ ഒരു ചെയിൻ 1 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം.
അപ്പോൾ നമ്മുടെ ബൂട്ടീസിൻ്റെ മെയിൻ സോൾ പാർട്ട് ഫിനിഷ്ഡായി. ഇനി നമുക്ക് മുകളിലോട്ട് തയ്ച്ചു പോവാം. ചെയിൻ 1. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിൽ 2 ലൂപ്സ് ഉണ്ട്. നമ്മൾ ഈ 2 ലൂപ്സിൽ കൂടെയാണ് ഇത്ര നേരം ചെയ്തിരുന്നത്. ഈ ഒരു റൗണ്ട് മാത്രം ബാക്ക് ലൂപ്പ് മാത്രം എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇങ്ങനെ നെക്സ്റ്റ് വണ്ണിൽ ബാക്ക് ലൂപ്പിൽ മാത്രം 1 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ റൗണ്ടിൽ വേറെ ഇൻക്രീസ് ഒന്നുമില്ല കേട്ടോ. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അതിൻ്റെ ബാക്ക് ലൂപ്പിൽ മാത്രം. അപ്പോൾ ഇത് കറക്റ്റ് മുകളിലോട്ട് കയറിപ്പോവും. ഇവിടെ ഒരു ലൈൻ പോലെ വരുന്നത് കണ്ടോ, അതിനാണ് നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രം ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് യാൺ ടു മാസ്റ്റർ പീസ്, അതിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ ഫുൾ ചെയ്തെടുത്ത് ഇവിടെ വന്ന് അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി ഫുൾ ചെയ്തെടുത്തു. നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഈ നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക. ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ. 2 ലൂപ്സിൽ കൂടെ എടുത്തിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനിയോട്ട് നേരത്തെ ചെയ്തതുപോലെ അല്ല. ഈ റൗണ്ട് ഡിക്രീസ് ഇല്ല, ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. നമുക്ക് ഇവിടുന്ന് നേരത്തെ 2 ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ചെയിൻ 2 ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ഡിക്രീസ് ആണ്. ചെയിൻ 2 ചെയ്യുക. ഫസ്റ്റ് 16 സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷ്യ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 and 16 ടൈംസ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ ടുഗദർ ആണ്. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടെ കടത്തിയെടുക്കാം. അഗെയിൻ യാൺ ഓവർ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് അഗെയിൻ യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടെ കടത്തിയെടുക്കാം. ഇപ്പോൾ 3 ലൂപ്സ് ഉണ്ട്. ഇതിൻ്റെ 3ൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ ടുഗദർ. അങ്ങനെ 6 ടൈംസ് നമുക്കിത് ചെയ്യണം. സെക്കൻഡ് ടൈം തേർഡ് ടൈം ഫോർത്ത് ടൈം ഫിഫ്ത്ത് ടൈം and 6th time. ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിയുള്ള സ്റ്റിച്ചസിൽ ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഇതുപോലെ ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ഷൂവിൻ്റെ ഫ്രണ്ട് പാർട്ട് വളഞ്ഞു വരുന്നത് കണ്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ചെയിൻ 2 ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അഗെയിൻ ചെയിൻ 2 ഫസ്റ്റ് 15 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യ 1 2 3 4
5 6 7 8 9 10 11 12 13 14 15. ഇനി നമുക്ക് അഗെയിൻ ഡബിൾ ക്രോഷ്യ ടുഗദർ 6 ടൈംസ് ചെയ്യണം. ഡബിൾ ക്രോഷ്യ ടുഗദർ 1, ഡബിൾ ക്രോഷ്യ ടുഗദർ 2, ഡബിൾ ക്രോഷ്യ ടുഗദർ 3, four, 5 and last one 6. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിയുള്ള സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ ഇവിടെ നിന്നോട്ട് ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഇനി നമുക്കിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിക്രീസ് റൗണ്ട് ഫിനിഷായി. ഈ ലാസ്റ്റ് 1 മോർ റൗണ്ട് ചെയിൻ 1. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ നല്ല ടൈറ്റായിട്ട് ചെയ്ത് പോകണം കേട്ടോ. ഈ റൗണ്ട് വേറെ ഡിക്രീസ് ഒന്നുമില്ല. ഫുൾ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ നല്ലോണം വലിച്ച് പിടിച്ച് ചെയ്യുക. ഫുൾ ഇതുപോലെ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് ഈ ഒരു ചെയിൻ 1 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഉള്ളിലോട്ട് കടത്തി ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നീഡിലെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഈ നീഡിലില്ലെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന നീഡിലായാലും മതി. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് സിഗ്സാഗായിട്ട് കടത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 1 മോർ ഷൂ ചെയ്തെടുക്കാം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്കിതിന് ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഇതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒട്ടിയിരുന്നുള്ളൂ. നമ്മൾ വാഷ് ചെയ്താലും ഈ ബീഡ്സ് ഒന്നും പോവില്ല കേട്ടോ. ഇതുപോലെ ഫുൾ നമുക്ക് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് സമയം എടുക്കും, എന്നാലും കെയർഫുള്ളായിട്ട് ഫുൾ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഓവർ നൈറ്റ് ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി വെച്ചാൽ മതി. പിന്നെ ബീഡ്സ് പോരില്ല. ഇതുപോലെ ഫുൾ ഷൂമ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുൾ ഷൂമ ബീഡ്സ് വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. See you in next video. Bye bye.